പ്പിച്ചു കഴിഞ്ഞു. ഇനിയും ചോദിക്കേണ്ടവർ ചോദിച്ചോട്ടെ, നമുക്കതിന് മറുപടി പറയാം. ഇനി അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. മറ്റവർക്ക് അവസരം കൊടുത്തോ, കുഴപ്പമില്ല. വിഷയാവതരണം വളരെ ഹ്രസ്വമായിട്ട് സമാപിച്ചിട്ടുണ്ട്. നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ചോദ്യത്തിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിഷയത്തിന്റെ ഉള്ളവരിലേക്ക് കടക്കാൻ സാധിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ടീച്ചർ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന് നമുക്കിവിടെ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇന്ന് ടീച്ചർ അഡ്രസ്സ് ചെയ്യുന്നത്. ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനായിട്ട് വേദിയിലുള്ളവർക്ക് സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് ആ ചോദ്യം ചോദിക്കാൻ ടീച്ചറോട് സംവദിക്കാൻ ആയിട്ടുള്ളവരൊക്കെ സ്വാഗതം ചെയ്യുന്നു. ആരാണ് ആദ്യം മൈക്ക് എടുക്കുന്നത്? എപ്പോഴും ജനജന നമസ്കാരം, വെൽക്കം ടു റൂം. എപ്പോഴും ഇവര് പറയുന്നതാണ് അള്ളാഹു കരുണാമയനാണെന്ന് ഈ വിശ്വാസികളെ ഉപദ്രവിക്കാൻ പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ജിലേബിയും മത്തിക്കറിയും പോലെ പെട്ടെന്ന് തന്നെ കരുണാമയനാണെന്ന് പറയുന്നതിന്റെ അതെങ്ങനെ ഇവര് മൈൻഡ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്? കാരണം കണ്ടിട്ട് വെച്ച് കൊന്നേക്ക് എന്ന് പറയുന്നു, പെട്ടെന്ന് തന്നെ കരുണാനിധിയാണ് മറ്റാണ് മറിച്ചാണ്, അതെങ്ങനെയാണ് ഇവര് അക്സെപ്റ്റ് ചെയ്യുന്നത്? ചോദ്യം കേട്ടായിരുന്നോ? നമ്മൾ കാണുന്ന നന്മകളല്ല അള്ളാഹു കാണുന്ന നന്മ. അതായത് ഇസ്ലാമിനെ അംഗീകരിക്കാത്ത, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ അവരോട് അള്ളാഹു കാണിക്കുന്ന കരുണയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇസ്ലാം മതത്തിലും അന്ത്യദിനത്തിലും അള്ളാഹുവിലും നബിയിലുമൊക്കെ വിശ്വസിക്കുകയും ആ വിശ്വസിക്കാത്തവരോട് പരുഷമായി നിങ്ങൾ പെരുമാറുകയും ചെയ്താൽ അവരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹു എത്രയോ കാരുണ്യമുള്ളവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ കരുണ കിട്ടുന്നത് അത് ആരാണോ അള്ളാഹുവിന്റെ കൽപ്പനകൾ സാധൂകരിക്കുന്നത് അവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ എന്നാണ്. അതായത് അള്ളാഹു ഇപ്പോ പറയുവാണ്, ഒരു ചെറിയ ഒരു അധ്യായമുണ്ട് ഖുർആനിലെ, അസുർ, കാലം, ടൈം എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. വൽ അസുർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ നഷ്ടകാരികളാണ്, ഇല്ലല്ലദീന ആമനു, അള്ളാഹുവിൽ വിശ്വസിച്ചവരൊഴികെ. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ച അല്ലാത്ത എല്ലാ മനുഷ്യരും നഷ്ടകാരികളാണ് എന്ന് കാലം തന്നെയാണ് സത്യം. അടുത്ത വചനം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്തവരും ഒഴികെ. നമ്മൾ കാണുന്ന സന്മാർഗം, സൽക്കർമ്മം എന്ന് പറഞ്ഞാല് ഒരു സഹാനുഭൂതിയാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരാൾ വന്ന് കരയുമ്പോൾ, ഒരു സങ്കടം കാണുമ്പോൾ അവർ ചോദിക്കാതെ തന്നെ അവരെ സഹായിക്കാനും, ഭക്ഷണം ആവശ്യമുള്ളവന് ഭക്ഷണം നൽകാനും, വെള്ളം ആവശ്യമുള്ളവന് വെള്ളം നൽകാനും, ഒരു ആശ്വാസ വാക്ക് ആവശ്യമുള്ളവന് അത് നൽകാനും, ചിലരെ നമ്മളൊന്ന് ആശ്ലേഷിച്ചാൽ മതിയാകും, അവർക്ക് വലിയ രൂപത്തിൽ സമാധാനമാകും. ചില ആളുകളൊക്കെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറി വരാറുണ്ട്, എൻ്റെ നമ്പറിലേക്ക്. എന്നിട്ട് പറയും, ടീച്ചറെ നിങ്ങൾ ഈ വിഷയത്തിൽ ഞാൻ ആകെ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്, എന്നോട് നിങ്ങൾ 2 വാക്കൊന്ന് സംസാരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്ക് എത്ര തിരക്കാണെങ്കിലും ശരി ഞാൻ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ട്. ചിലപ്പോൾ അവരുടെ കുടുംബ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ മക്കൾ വഴിതെറ്റി പോകുന്നതായിരിക്കും, ചിലപ്പോൾ മക്കൾ കോഴിക്കടക്കാരനെ പ്രേമിച്ചിട്ട് പോകുന്നതായിരിക്കും, പിള്ളേർ MBBS പിള്ളേരായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് സമാധാനത്തോടു കൂടി ഒരു 10-15 മിനിറ്റ് സംസാരിക്കും. അവർ പറയും, എനിക്കിപ്പോൾ വല്ലാത്ത ഒരു ആത്മവിശ്വാസം കിട്ടി ടീച്ചറെ, കുഴപ്പമില്ല, ഇനി നിങ്ങൾ പറയുന്ന സ്ട്രാറ്റജി പോലെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളാമെന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ കാണുന്ന നന്മ എന്ന് പറയുമ്പം അതാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റിലെ നന്മ അതല്ല. കൃത്യമായി നമസ്കരിക്കുക. ഇപ്പോൾ ആക്സിഡൻ്റ് ആയി, സന്ധ്യാസമയത്ത് നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരാൾ ആക്സിഡൻ്റ് ആയി കിടക്കുന്നതെങ്കിൽ അയാൾക്ക് വെള്ളം കൊടുത്ത് അയാളെ ആശുപത്രിയിൽ എത്തിച്ച് അയാൾക്ക് ജീവൻ രക്ഷപ്പെടുത്തുക എന്നതല്ല ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റിലെ നന്മ. ആ മാനവിന് പള്ളിയിൽ പോയിട്ട് ഉച്ചയും കുത്തി മറിയുക എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിനെ എതിർക്കുന്ന, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന, മതത്തെ എതിർക്കുന്ന, മതത്തെ വിമർശിക്കുന്ന ആളുകളെ പ്രഹരിക്കുക എന്നത് അള്ളാഹുവിന്റെ കോൺസെപ്റ്റിൽ അവർക്ക് കാരുണ്യം കിട്ടുന്ന കാര്യമാണ്. അപ്പോ അതായത് എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാരുണ്യം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ യഥാവിധി പാലിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ കോൺസെപ്റ്റിലെ നന്മ. അതും നമ്മുടെ ആശയവും കൂടി നമ്മൾ നമ്മുടേതുപോലെയാ ചിന്തിച്ചത്. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അള്ളാഹുവിനെ എതിർക്കുന്നവന്റെ കഴുത്തെടുത്താൽ അള്ളാഹു അവനോടാണ് കാരുണ്യം ചെയ്യുക.
ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ സവാദ് നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തപ്പോൾ ജോസഫ് മാഷിനോടല്ല അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുക, അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റിയ സവാദിനോടാണ്. ഓക്കെ, താങ്ക് യു. ഫൈ ബ്രദർ, നമുക്ക് അർച്ചനിലേക്ക് പോട്ടെ. താങ്ക് യു. ഓക്കെ, നമുക്ക് വേദിയിൽ ബ്ലിങ്ക് ചെയ്യണേ. ടീച്ചർ ഇന്നത്തെ ഇപ്പം വളരെ സാമൂഹിക പ്രസക്തമായ ചോദ്യമാണ്. കാലങ്ങളായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്, ഇസ്ലാമിക വിമർശനം നടത്തുന്ന എല്ലാ ആളുകളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ള കാരണങ്ങളായിട്ട് ടീച്ചർ അത് ഇവിടെ വിശദമായിട്ട് പ്രസന്റേഷൻ നടത്തിയിട്ടുണ്ട്. ആ പ്രസന്റേഷൻ കേട്ടവരുണ്ടാവാം, കേൾക്കാത്തവര് പിന്നീട് റിപ്ലൈ കേൾക്കാം. ഇപ്പൊ ചോദ്യമായിട്ട് ചോദിക്കാൻ വേദിയിലുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. ഫ്രാൻസിസ് ചേട്ടൻ ബ്ലിങ്ക് ചെയ്യുന്നു. ഫ്രാൻസിസ് ചേട്ടൻ. അതായത് ടീച്ചറെ, ഈ 9:123 വളരെ കൃത്യമായിട്ട് പറയുന്നത്, "Oh, you have believed, fight those adjacent to you of the disbelievers." അതായത് ഒരു വ്യക്തി വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് തിരിച്ചറിയാൻ ഭൂമിയിലെ ജനങ്ങൾക്ക് ഒരു മാർഗവുമില്ല. മുണ്ടുവെക്കിനടുത്ത് നോക്കിയാലും മുറിച്ചവരെ കാണുള്ളൂ. പക്ഷെ അവര് യഥാർത്ഥത്തിൽ വിശ്വാസിയാണോ അവിശ്വാസിയാണോ തിരിച്ചറിയാൻ ഭൂമിയിൽ ഒരു മാർഗമില്ല എന്നിരിക്കെ, ഇത് അറിയാത്ത ജനങ്ങളോട്, ഇത് അറിയാൻ പാടില്ലാത്ത ജനങ്ങളോട് അവിശ്വാസികൾക്ക് നേരെ ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറയുന്ന അള്ളാഹു, അതുപോലെ സത്യനിഷേധി അള്ളാഹു ഒരു സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗവും ഭൂമിയിൽ അവശേഷിക്കുന്നില്ല എന്ന് അള്ളാഹുവിനെ അറിയാഞ്ഞിട്ടാണോ? അങ്ങനെ വരുമ്പോ സത്യനിഷേധി എന്ന് പറയുന്നത് ദൈവം ഉണ്ട് എന്ന് പറയുന്നവരായി മാറുമെന്ന് ഈ അള്ളാഹു തിരിച്ചറിയാത്തതാണോ? എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു വിഡ്ഢിയാണോ എന്നാണ് എന്റെ ചോദ്യം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്തരം ആയത്തുകൾ ഇറക്കിക്കൊടുത്ത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിച്ച സംഗതിക്ക് അവരോട് തന്നെ അറിയാത്ത സംഗതിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന അള്ളാഹു ഒരു വിഡ്ഢിയല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസി സമൂഹമാണ്. ഒരാള് സത്യവിശ്വാസിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നിർബന്ധിതനായത് പടച്ചോനാണല്ലോ. ഇങ്ങനെ ഒരു ചോദ്യം നമുക്കെതിരെ വന്നാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കേണ്ടത് അവരായിരുന്നു. കാരണം എല്ലാവരും ഇപ്പൊ തൊപ്പിയും തലപ്പാവും ധരിച്ച് കന്തൂറയും ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. ഇപ്പൊ ഇപ്പൊ നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിൽ ഓരോരുത്തരോടും കലിമ ചൊല്ലാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ മുസ്ലിമാണോ എന്നതിന്റെ ഐഡന്റിറ്റി ആയിട്ട് പാകിസ്ഥാനികൾ മനസ്സിലാക്കുന്നത് ഒരു മുസ്ലിം ആണെങ്കിൽ ഉറപ്പായിട്ടും അവനൊരു മുസ്ലിം നാമം ഉണ്ടാകും, അതുപോലെ അവൻ കലിമ ചൊല്ലുകയും ചെയ്യും. എന്നിട്ടും അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ പാൻഡൂരി നിക്കറൂരി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിയത്. ഒന്നാമത്തെ കാര്യം അത്. ഇനി അടുത്തത്, ഒന്നാമത്തെ കാര്യം സുഹൃത്തെ, പടച്ചോനും ഈ കിതാബും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഈ കിതാബ് പടച്ചോൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പടച്ചോൻ എന്നൊരാൾ ഇല്ലാതിരിക്കലാണ് പടച്ചോന്റെ മാന്യതയ്ക്ക് നല്ലത്. ഈ പ്രവാചകൻ ഇറക്കി എന്ന് പറയുന്ന ഗ്രന്ഥം പ്രവാചകനും കണ്ടിട്ടില്ല. ഈ അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, ഈ ദൈവിക വെളിപാട് ജിബിരിയിലിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ജെന്യൂനിറ്റി ഇല്ലാത്ത, ഓതന്റിസിറ്റി ഇല്ലാത്ത, ഒരാളാലും പ്രൂവ് ചെയ്തിട്ടില്ലാത്ത സംഗതിയാ. ഇനി ഇത് വിശ്വാസികൾ മുഴുവനും ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് അംഗീകരിക്കുകയും മുഹമ്മദ് നബി ദൈവദൂതനാണ് എന്നവർ അംഗീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പടച്ചോൻ ഇത് പറയുമ്പോൾ പടച്ചോൻ എന്ത് കിഴങ്ങനാണ്, പടച്ചോൻ തീരെ അറിവില്ലാത്ത ആളാണോ, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ പോലും പടച്ചോൻ അറിയില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നത് വിശ്വാസികളോടാണ്. ആക്ച്വലി ഈ ചോദ്യം ചോദിക്കേണ്ടത് വിശ്വാസികളോടാണ്. ഞാൻ ഈ വിശ്വാസം ഉപേക്ഷിച്ച ആളാണ്. നിങ്ങളുടെ പടച്ചവൻ അറിയാമോ ഒരാള് വിശ്വാസിയാണോ അല്ലേ എന്ന് ആദ്യം പ്രാഥമികമായി തന്നെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം അള്ളാഹു എന്താണ് പറഞ്ഞത് എന്ന് അവരെ നമുക്ക് പറഞ്ഞു തരേണ്ടുന്ന സംഗതിയാണ്.